what is mutual fund എന്നുള്ളത് ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്ന് സ്ഥിതിക്ക് നമ്മൾ പറയുന്നതാണ്. ലൈക്ക് ആരോ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് എ പൂൾ ഓഫ് ഫണ്ട്, റൈറ്റ്? So it is a type of financial instrument which pools like money from different investors, and they will be investing, like fund manager will be investing in different securities, and the revenue which we generate from these securities will be distributed among the different investors. അതിന് നമ്മൾ അതിന്റെ വാല്യൂ ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന NAV എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, so actually this is the process. നമ്മൾ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ the fund manager will be pooling money from different investors. Different investors will be investing the money in a mutual fund scheme. ഒരു mutual fund scheme ഏതെങ്കിലും ഒരു ഫണ്ടിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. And this fund manager will be investing in different securities. And these securities, that particular securities, അല്ലെങ്കിൽ ആ ഒരു portfolio will generate return. കുറച്ച് റിട്ടേൺ കിട്ടും. And these securities are divided to the given to the investors as units. Different mutual fund units ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക. ആ റിട്ടേൺസ് വിൽ ബി പാസ് ടു ദി ഇൻവെസ്റ്റേഴ്സ് എന്ന് അതിൽ നിന്നുള്ള റിട്ടേൺ ക്യാഷ് ഫ്ലോസ് എത്രയാണ്, ഡിവിഡൻഡ് ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണെങ്കിലും ഇറ്റ് വിൽ ബി പാസ് ടു ദി ഇൻവെസ്റ്റേഴ്സ്, ആൻഡ് ദേ വിൽ ബി ചാർജിങ് എ സ്മോൾ എമൗണ്ട് ആസ് കമ്മീഷൻ. അവരുടെ കമ്മീഷൻ ആയിട്ട് അവരെ ചാർജ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു എമൗണ്ട് ആണ് അവര് കൂടുതലും റിട്ടേൺ ആയിട്ട് കൊടുക്കാറ്. First one, like professional management. Like these fund managers are managing the fund. അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള, അതിന് സെബി ഗൈഡ് ലൈൻസ് തന്നെ ഉണ്ട്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഫണ്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഈ ഫീച്ചേഴ്സ് പറയുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി പറയാം. പ്രൊഫഷണൽ കൺസൾട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ട് എന്ന് പറയും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ്. ഓക്കെ, then second one is about the small saver. That is another advantage for the mutual fund as well as a feature. See, നമ്മളുടെ കയ്യിൽ കുറച്ച് ക്യാഷേ ഉള്ളൂ എങ്കിൽ, ഒരുപാട് ഫണ്ട് ഇല്ലെങ്കിലും we can investing in the mutual fund scheme. Mutual fund scheme നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ it is like feasible for almost all the investors. Like നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പാർട്ടിസിപ്പന്റ് ആവണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇനീഷ്യലി നമുക്കൊരു ചെറിയ എമൗണ്ട് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ പാർട്ട് ആവാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ലിക്വിഡിറ്റി. മ്യൂച്വൽ ഫണ്ട് ടൈപ്സ് പറയുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയാം. ലൈക്ക് നമ്മളുടെ ഷെയർസ് പോലെ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. സോ യു ക്യാൻ ട്രേഡ് ഇൻ ദി മ്യൂച്വൽ ഫണ്ട്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഓപ്പൺ എൻഡഡ് ഫണ്ട് ആണെങ്കിലും തന്നെ AMC നമുക്ക് റിഡീം ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് ഒക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് റിഡംഷൻ നമുക്ക് വലിയൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ whenever we are into a mutual fund, നമ്മളെ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് we have to pay a fees. any എൻട്രി ആൻഡ് എക്സിറ്റ് ലോഡ് എന്നാണ് പറയാറ്. ഒരു certain percentage നമുക്ക് അവർക്കൊരു കമ്മീഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു സർവീസ് ചാർജ് എന്തായാലും ഈടാക്കും. അത് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ലൈക്ക് അതിനേക്കാളും കൂടുതൽ റിട്ടേൺ വരുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്കൊരു 10% റിട്ടേൺ കിട്ടുകയാണെങ്കിലും പ്ലസ് ഓർ മൈനസ് 2%, നമുക്കൊരു 2% ഒക്കെ എക്സിറ്റ് ലോഡ് വരികയാണെങ്കിൽ ആക്ച്വലി നമുക്കൊരു 8% ഒക്കെ റിട്ടേൺ കിട്ടും. 10 - 8% എല്ലാം നമുക്ക് റിട്ടേൺ കിട്ടും. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ബൈയും സെല്ലും ചെയ്യാം. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ഡൈവേഴ്സിഫിക്കേഷൻ. ഇത് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കാരണം ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ മാത്രമായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. Based on the objective, mutual funds are divided into different categories ആണ്. സോ അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ഇഫ് വൺ സെക്യൂരിറ്റീസിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും സംഹൗ ലൈക്ക് നമ്മൾ അടുത്ത ഒരു സെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് നമ്മൾ ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഷെയർ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ലൈക്ക് ഗോൾഡ് കൂടുന്ന സമയത്ത് സംഹൗ വി ക്യാൻ മാനേജ്, നമ്മുടെ ലോസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഷെയർസ് ആണെങ്കിൽ കൂടി ദേ വിൽ ബി ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്, പല പല സെക്ടേഴ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫണ്ട് മാനേജേഴ്സ് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ഓരോ സെക്യൂരിറ്റീസും ഡിസൈഡ് ചെയ്യുന്നത്. ലൈക്ക് ആഫ്റ്റർ കൺസൾട്ടിങ് ബോത്ത് ദ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് രണ്ടും കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ സ്റ്റോക്ക് സെലക്ഷൻ ഒക്കെ തയ്യാറാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് ആയിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിലുള്ളത്. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ് ആൻഡ് ഫീച്ചർ ഓഫ് ദി മ്യൂച്വൽ ഫണ്ട്. Then next one is about the analysis and selection of securities. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫണ്ട് മാനേജർ ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റി അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് അനാലിസിസിന് ശേഷമാണ്.
ലൈക്ക് ദേ വിൽ കൺസിഡർ ബോത്ത് ദ അനാലിസിസ്. നിങ്ങളിപ്പോൾ റിസ്ക് റിട്ടേൺ അനാലിസിസ് അതുപോലെ തന്നെ ഫണ്ടമെന്റലും ടെക്നിക്കൽ അനാലിസിസ് എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം കെയർഫുള്ളി അവർ ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, മെച്യൂരിറ്റി പീരീഡ് എത്രയാണ് എന്നെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ സെക്യൂരിറ്റീസിനെ ഡിസൈഡ് ചെയ്യുന്നത്, ആ പോർട്ട്ഫോളിയോന് അകത്ത് കിടക്കുന്ന സെക്യൂരിറ്റീസിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഓൾറെഡി പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ദെൻ ഓക്കെ, സോ ഇത്തരം പോയിന്റ് ആണ് നമ്മൾ ഫീച്ചേഴ്സിലും പറയുന്നത്. അതിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം നമുക്കൊരു അഡ്വാൻറ്റേജസ് ആണ്. നേരത്തെ അതിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സിറ്റ് ലോഡ്, എൻട്രി ലോഡ് തുടങ്ങിയ അല്ലെങ്കിൽ കമ്മീഷൻ ചാർജ്, അതൊക്കെയാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി ആർ നോട്ട് ഹാവിങ് എനി കൺട്രോൾ ഓവർ ദ പോർട്ട്ഫോളിയോ. ഈ സെക്യൂരിറ്റീസ് ഡിസൈഡ് ചെയ്യുന്നതെല്ലാം ഈ ഫണ്ട് മാനേജേഴ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ സെക്യൂരിറ്റീസ് ഏത് പിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ ഒന്നുമില്ല. സോ അതൊക്കെ ഇതിനകത്ത് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. സി ബേസ്ഡ് ഓൺ ദ മെച്യൂരിറ്റി പീരീഡ്, നോർമലി നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് ഓപ്പൺ എൻഡഡ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് ക്ലോസ്ഡ് എൻഡഡ്. ഓപ്പൺ എൻഡഡും ക്ലോസ്ഡ് എൻഡഡും രണ്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. സോ ഈ ടൈപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഞാൻ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഉപയോഗിക്കുന്ന കുറെ ടേംസ് ഉണ്ടാവും. സോ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ടേമുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് NFO എന്ന് പറയുന്നത് നമ്മളുടെ IPO പോലെ തന്നെയാണ്, ന്യൂ ഫണ്ട് ഓഫർ ആണ്. അത് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ പോലെ വരുന്നതാണ്. നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ പുതിയതായിട്ട് നമ്മൾ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ പുതിയൊരു മ്യൂച്വൽ ഫണ്ട് ഇറക്കുന്നതിന് നമ്മൾ NFO എന്നാണ് പറയാ. ദാറ്റ് ഈസ് ലൈക്ക് ന്യൂ ഫണ്ട് ഓഫർ. ദെൻ AMC എന്ന് പറയാം, അസറ്റ് മാനേജ്മെന്റ് കമ്പനി. കാരണം ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആ ഒരു സ്ട്രക്ചർ പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ NAV, ദാറ്റ് ഈസ് നെറ്റ് അസറ്റ് വാല്യൂ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ട് ന്റെ ആ ഒരു പ്രൈസ്, ആ യൂണിറ്റിന്റെ വാല്യൂ ആണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ റിഡീം ചെയ്യുക, റിഡംഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫണ്ടിൽ നിന്നും മറ്റൊരു ഫണ്ടിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സ്വിച്ചിങ് എന്നൊക്കെ പറയാം. സോ അങ്ങനെ കുറച്ച് ടേംസുകൾ ഏതെങ്കിലും ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ പറയുമ്പോൾ ഏതെങ്കിലും ടേംസ് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, സോ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ ടൈപ്സിലേക്ക് വരുന്ന സമയത്ത് ഓപ്പൺ എൻഡഡ് ഫണ്ട്, ഓപ്പൺ ആ ഒരു വാക്കിനകത്ത് തന്നെ ഉണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഇതിന്റെ രണ്ട് ടേംസ് നമ്മൾ നോക്കണം. ഒന്ന് മെച്യൂരിറ്റി പീരീഡ്, സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ദ കോർപ്പസ്. കോർപ്പസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിനകത്തുള്ള ആ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ടാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിലുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ടിനെയാണ് നമ്മൾ കോർപ്പസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കോർപ്പസും ഫിക്സ്ഡ് അല്ല, മെച്യൂരിറ്റി പീരീഡും ഫിക്സ്ഡ് അല്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ എപ്പോ വേണമെങ്കിലും വിൽക്കാം. സോ വി ഡോണ്ട് ഹാവ് എനി ലിമിറ്റേഷൻ. ഓപ്പൺ എൻഡഡ് ഫണ്ടിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ബൈയും സെല്ലിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോ NFO നോർമലി NFO വരുന്നത് 15 days ആണ്. ഇപ്പൊ ഒരു ന്യൂ ഫണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ NFO പീരീഡ് എന്ന് പറയുന്ന ഒരു 15 days ആണ്. പുതിയൊരു ഫണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി, ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ നമുക്കത് ഒരു 15 daysന്റെ ഉള്ളിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് ഓരോ തവണ നമ്മൾ മേടിക്കുമ്പോഴും അതുപോലെ തന്നെ എക്സിറ്റ് ആവുന്ന സമയത്തും പർച്ചേസും സെയിലും ചെയ്യാന്ന് പറഞ്ഞു. ബൈയും സെയിലും ചെയ്യുന്ന സമയത്ത് whenever we are dealing with മ്യൂച്വൽ ഫണ്ട് നമുക്ക് എൻട്രിയും എക്സിറ്റ് ലോഡുകൾ ഉണ്ടാവും. സോ അതെന്തായാലും നിർബന്ധമായി നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു ചാർജ് ആയിട്ട് വരുന്ന അതാണ്. ഓക്കെ, അതുപോലെ ഇതിനകത്ത് കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫീച്ചറാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ മ്യൂച്വൽ ഫണ്ട് ഓഫേഴ്സ് ലിക്വിഡിറ്റി, ദർ ഈസ് നോ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്. ഇപ്പൊ ഒരു ലോക്കിൻ പീരീഡ് ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് ബൈബാക്ക് ചെയ്യുന്ന, റെഡീം ചെയ്യുന്ന AMC തന്നെയാണ്. AMC ആണ് റെഡീം ചെയ്യുക. കാരണം ഇതൊരു ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് AMC അത് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ബൈബാക്ക് ചെയ്യുന്ന, റെഡീം ചെയ്യുന്ന അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്യുന്നത് നേരിട്ട് AMC തന്നെയാണ് നേരിട്ട് റീപർച്ചേസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ആൻഡ് സെൽ യൂണിറ്റ്സ് NAVയുടെ പ്രൈസിനനുസരിച്ചിട്ട് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ റിട്ടേൺ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ആ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന എക്സിറ്റ് ലോഡ് അല്ലെങ്കിൽ എൻട്രിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മേടിക്കാൻ പറയാം. അപ്പോൾ അഡീഷണൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ചെയ്യാം, അതിലും റെസ്ട്രിക്ഷൻ ഒന്നും വരാനില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും ഒരു ചാർജ് നമ്മൾ കമ്മീഷനായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ചാർജ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ മാർക്കറ്റിംഗും എക്സ്പെൻസസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് ഓപ്പൺ എൻഡഡ് ഫണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കുക.
ഫൈൻ. നെക്സ്റ്റ് വൺ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഇപ്പോൾ എൻട്രി ആൻഡ് എക്സിറ്റ് ലോഡിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ NAVയുടെ വാല്യൂ നോർമലി ഇപ്പോൾ ഒരു 10 ആണെന്ന് വിചാരിക്കുക, ഒരു യൂണിറ്റിന് ₹10 ആണെന്ന് വിചാരിക്കുക. നോർമലി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു ഫേസ് വാല്യൂ വരുന്നത് 10 തന്നെയാണ്. ഒരു NFO വരുന്ന സമയത്ത് കൂടുതലും ₹10 തന്നെയായിരിക്കും. സോ നമ്മൾ അത് എക്സിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ 1% ആണ് ചാർജ് വരുന്നതെങ്കിൽ നമുക്ക് 10 റുപ്പീസിനല്ല നമ്മുടെ ബൈ റേറ്റ് വരുന്നത്. 1% എന്ന് പറയുമ്പോൾ ഒരു 10 പൈസ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ 10.10 ആ ഒരു എമൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റേറ്റ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ കമ്പനി ഇപ്പൊ യൂണിറ്റ്സ് ഫോർ റീപർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു ടേം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെ കമ്പനി പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ കമ്പനി തിരിച്ചു മേടിക്കുകയാണ്. നമ്മള് അത് വിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ വിൽക്കുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 10 രൂപയ്ക്ക് വിറ്റാലും 10 രൂപ നമ്മൾക്ക് കിട്ടത്തില്ല. ആ 1% ആ 10 പൈസ നമ്മളുടെ നിന്ന് പോവും. സോ 9.90 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. ഇതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. സോ വെനെവർ വി ആർ ഡീലിംഗ് വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്, ഒരു എൻട്രി ലോഡും അതുപോലെ തന്നെ എക്സിറ്റ് ലോഡും ഉണ്ട്. അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ SIP ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊരു വലിയ ഒരു എമൗണ്ട് അല്ലാത്തത് കൊണ്ട് അതാരും അത്ര ഇതെല്ലാം ഇഗ്നോർ ചെയ്യുന്നതാണ് പൊതുവെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാറ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട് ആണ്. ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിനകത്തുള്ള കോർപ്പസും ഫിക്സ്ഡ് ആണ്, അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡും ഫിക്സ്ഡ് ആണ്. ക്ലോസ്ഡ് എൻഡഡ് പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻറ്റർ ചെയ്യുക, എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. എപ്പോഴാണ് ഇതിനകത്ത് എൻറ്റർ ചെയ്യുക എന്ന് പറയുന്നത്, കമ്പനി പുതിയ ഇഷ്യൂ ആയിട്ട് വരികയാണ്. ഇപ്പോൾ കമ്പനി NFO വരികയാണ്. NFO നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 days പീരീഡ് ആണ് NFOന്. ELSSന്റെ കേസിൽ മാത്രം ഒരു 30 days വരെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കമ്പനീസ്, ടാക്സ് സേവിംഗ് വേണ്ടിയിട്ട് മാത്രം. ബാക്കി എല്ലാ കമ്പനീസ് ന്യൂ ഇഷ്യൂ വരുന്നതും ഒരു 15 days പീരീഡ് ആണ്. അപ്പോഴാണ് നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് ഇത് ചെയ്യുക. ഇതൊരു സാധാരണ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ, നമ്മൾ ഒരു IPO വരുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. സോ ആ ഫണ്ടിന് ഒരു മെമ്മോറാണ്ടം ഉണ്ടാവും, അതുപോലെ തന്നെ ആർട്ടിക്കിൾസും പ്രോസ്പെക്ടസും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് ദെൻ സെബിയുടെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഇറക്കുന്ന സെക്യൂരിറ്റി, അതായത് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാണോ മെച്യൂരിറ്റി പീരീഡ് ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ കമ്പനി തിരിച്ചെടുക്കുക. സോ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂല് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 7 year ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആണ്, മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് എപ്പോഴാണ് ഫണ്ട് കിട്ടുക? ഓൺലി ആഫ്റ്റർ 7 years, റൈറ്റ്? സോ ആ ഒരു സമയം വരെ ഈ ഇൻവെസ്റ്റർ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ നമ്മളുടെ സെബി ഗൈഡ് ലൈൻസ് പറയാണ്, നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണം. എപ്പോഴെങ്കിലും എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഒരാൾക്ക്, നിങ്ങൾ കമ്പനി റെഡീം ചെയ്യേണ്ട ആവശ്യമില്ല, ദേ ക്യാൻ ഫൈൻഡ് അനദർ പേഴ്സൺ. സോ ഇറ്റ് ഹാവ് ടു ബി ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഇറക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമിലുള്ള ഫണ്ടുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളുടെ ഷെയർസ് പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് മാൻഡേറ്ററി ആണ്, അതൊരു സെബി ഗൈഡ് ലൈൻസ് ആണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഇനീഷ്യലി കമ്പനി ഇറക്കുന്ന സമയത്ത് നമുക്ക് ആ NFOയിലൂടെ നമുക്ക് മേടിക്കാൻ പറ്റാത്ത വരുന്ന സിറ്റുവേഷനിൽ വി ക്യാൻ ബൈ ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് മേടിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് കൂടുതലും അവൈലബിൾ ആണ്. ചില ഫണ്ടുകൾ കുറച്ച് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന വരുന്നില്ലെങ്കിലും ഒരു പരിധി വരെ മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെല് ചെയ്യാനും പറ്റും. സോ ഇതാണ് അതിന്റെ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടിൽ വരുന്നത്. ഓക്കെ, അതിനകത്ത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈയിങ് സെല്ലിങ് ഇവിടെ വരുന്ന ഒരു കാര്യം, ഇവിടെ കമ്പനി നേരിട്ട് മേടിക്കുന്നില്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തു വെക്കണം. അവിടെ AMC ആയിരിക്കും നമുക്ക് റെഡീം ചെയ്യുന്ന സമയത്ത് കമ്പനി തന്നെയാണ് നേരിട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീം മേടിക്കാറ്, യൂണിറ്റുകളെല്ലാം മേടിക്കാറ്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് കമ്പനിയല്ല നേരിട്ട് മേടിക്കുന്നത്, അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ബൈയിങ്ങും സെല്ലിങ് ചെയ്യാൻ. നമ്മൾ പോലെയുള്ള വേറെ ഇൻവെസ്റ്റേഴ്സ് റെഡി ആണെങ്കിൽ അവിടെ എന്താണ് ബൈയിങ്ങും സെല്ലിങ് എല്ലാം നടക്കുന്നുണ്ട്. നോർമലി ഒരു ഫിക്സഡ് പീരീഡ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതാണ് ക്ലോസ്ഡ് എൻഡഡും ഓപ്പൺ എൻഡഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 2 ടൈപ്പ് മെച്യൂരിറ്റി പീരീഡിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ക്ലോസ്ഡ് എൻഡും ഓപ്പൺ എൻഡും. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് നോക്കാം.
പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പല ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ ജനറലി ആദ്യം ഞാൻ കുറച്ച് പറയാം, എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈഡിലേക്ക് പോവാം. ജനറലി വരുന്നത് മെയിൻ ആയിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ടൈപ്പ് ആയിട്ടാണ് വരിക. ഒന്ന് ഇക്വിറ്റി സ്കീമാണ്, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി. ദെൻ ഡെറ്റ് സ്കീമാണ്. ഡെറ്റ് സ്കീം എന്ന് പറയുന്ന സമയത്ത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. ദെൻ തേർഡ് വൺ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് പറയുമ്പോൾ ഇത് രണ്ടിന്റെയും ഒരു മിക്സഡ് വേർഷൻ ആണ്. ഇക്വിറ്റിയും ഡെറ്റിന്റെയും കൂടി ഒരു മിക്സഡ് വേർഷൻ ആണ് ഹൈബ്രിഡ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പിന്നെ അതർ സ്കീം ഇപ്പോ ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഫണ്ട് ഓൺ ഫണ്ട് FOF എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ റിട്ടയർമെന്റിന് ഉള്ളത്, അതുപോലെ കുട്ടികളുടെ ചിൽഡ്രൻസ് ഫണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫണ്ടുകളെല്ലാം ഉണ്ട്. ഗോൾഡിലുള്ള ഫണ്ടുകൾ, ലിക്വിഡ് ഫണ്ട്, ഇതാണ് ജനറലി വരുന്ന ഫണ്ടുകൾ. നൗ ഈ ഓരോ ഫണ്ടുകൾ, ഈ പറഞ്ഞിട്ടുള്ള ഇക്വിറ്റി ഫണ്ടിനകത്താണെങ്കിലും വേരിയസ് ഫണ്ടുകൾ ഉണ്ട്, ഡെറ്റിനകത്താണെങ്കിലും ഫണ്ടുകൾ ഉണ്ട്. ബട്ട് അതൊക്കെ ഫർദർ ആയിട്ട് വരുന്ന ഇൻഡെപ്ത് ക്ലാസിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സോ നമ്മുടെ സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് റിലേറ്റഡ് വിത്ത് ദ ഇൻകം ഫണ്ട്. ഇൻകം ഫണ്ട് നമ്മളവിടെ നോക്കുന്നത് റിട്ടേൺ പ്രതീക്ഷിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ഇപ്പൊ ഫണ്ട് മാനേജർ ഓരോ ഫണ്ട് ഡിസൈൻ ചെയ്യും. ഫണ്ട് മാനേജർ ആണ് ഈ ഫണ്ടുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള ഫണ്ടുകളാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിനകത്തുള്ള സെക്യൂരിറ്റീസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കൂടുതലും ഇൻകം ജനറേറ്റിംഗ് ഫണ്ടുകളായിരിക്കും. എസ്പെഷ്യലി ഒരു ഡെറ്റ് ഫണ്ട് ആയിരിക്കും കൂടുതലിനകത്തും വരിക. കാരണം ഇൻകം എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് റെഗുലർ ആൻഡ് സ്റ്റഡി ഇൻകം എന്ന് പറയുന്ന ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. ഇപ്പോൾ ഡിബെഞ്ചർ ആണെങ്കിലും ബോണ്ടുകളാണെങ്കിലും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. സോ വൈൽ കമ്പയർഡ് വിത്ത് ദ ഇക്വിറ്റി സ്കീം, ഇൻകം ഫണ്ടിനാണെങ്കിൽ കുറച്ചുകൂടെ എന്താണ്, റിസ്ക് കുറവാണ്. സോ ഇത്തരത്തിൽ അങ്ങനെ ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തികളാണെങ്കിൽ, ഇൻകം മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത്തരം ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ഗ്രോത്ത് ഫണ്ട്. സോ ഗ്രോത്ത് ഫണ്ടിൽ നമ്മൾ ഇൻകം അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളുടെ റിട്ടേൺ, ഇവിടെ ഉദ്ദേശിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ്. ഇപ്പോൾ 10 rupees ഞാൻ ഇടുകയാണെങ്കിൽ 12 ആവുകയാണ്, ആ 2 രൂപയുടെ ഡിഫറൻസ് ആണ് എനിക്ക് കിട്ടുന്ന ലാഭം. സോ ആ ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ പ്രതീക്ഷിച്ചിട്ട് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണ് ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഗ്രോത്ത് ഫണ്ട്. സോ കൂടുതലും ഇവിടെ ലൈക്ക് ഇക്വിറ്റിയിലായിരിക്കും കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് വരിക, ഇക്വിറ്റി സ്കീമുകളിലായിരിക്കും കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് വരാറ്. അവിടെ ഡെറ്റ് ഫണ്ടുകൾ അധികവും ഇല്ല. അവിടെ നമ്മൾ കൂടുതലും ക്യാപിറ്റൽ അപ്രിസിയേഷനും ഡിവിഡൻഡും അതുപോലെ ബോണസ് ഷെയർസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡുവൽ ഫണ്ട്. ഡുവൽ ഫണ്ട് പിന്നെ പറഞ്ഞ ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. സോ ഇവിടെ 2 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് അതിനകത്ത് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഇൻകം ഫണ്ടിനകത്തുള്ള ഫണ്ടുകളും സെക്യൂരിറ്റീസും ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രോത്ത് ഫണ്ടിലുള്ള സെക്യൂരിറ്റീസ് ഉണ്ടാവും. അതിന്റെ ഒരു കോമ്പിനേഷനെയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹൈബ്രിഡ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്, ഹൈബ്രിഡ് ഫണ്ട്സ് എന്നും പറയാറുണ്ട്. സോ ആ ഒരു രീതിയിൽ ഇപ്പൊ ഇക്വിറ്റി, ഡെറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ 2 തന്നെ ആവണമെന്നില്ല. പണ്ട് ഡുവൽ ഫണ്ട് എന്നൊക്കെ ചിലവർ പറയുമ്പോൾ കൂടുതൽ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആകുമ്പോൾ ഒരു കോമ്പിനേഷൻ ഫണ്ടുകളാണ്. അത് ഹൈബ്രിഡിനകത്ത് തന്നെ പല വേരിയൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഡെറ്റ് ഓറിയന്റഡ് ഹൈബ്രിഡ് പ്ലാൻ ഒക്കെ ആണെങ്കിൽ കൂടുതലും മെജോറിറ്റി ഒരു 60 to 70% ഇൻവെസ്റ്റ്മെന്റ് വരുന്നതും ഡെറ്റ് ഓറിയന്റഡ് ഫണ്ടായ ഡിബെഞ്ചേഴ്സിലോ ബോണ്ടുകളിലോ തുടങ്ങിയിട്ടുള്ളതായിരിക്കും. ബാലൻസ്ഡ് ഒരു 20 to 30 ആയിരിക്കും ഇക്വിറ്റിയിൽ കൂടുതലായിട്ടും വരാറ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ ഫണ്ട് മാനേജർ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതെല്ലാം ഫണ്ട് മാനേജറിന്റെ ഡിസിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഡെക്സ് ഫണ്ട്. ഇൻഡെക്സ് ഫണ്ട് ഒക്കെ അതർ സ്കീമിൽ വരുന്നതാണ്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻഡെക്സിലായിരിക്കും. ഇപ്പൊ നിഫ്റ്റിയിലോ സെൻസെക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോഡർ മാർക്കറ്റിലായിട്ടുള്ള ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ, അതുപോലെ തന്നെ മെറ്റൽ, PSU, ഫാർമ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സെക്ടർ വൈസ് അല്ലെങ്കിൽ നേരിട്ട് നമ്മളുടെ ലൈക്ക് സെൻസെക്സിലോ നിഫ്റ്റിയിലോ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഫണ്ടുകളിനെയാണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെയും കൂടുതലും നമ്മൾ ആ ഒരു മാർക്കറ്റ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഫണ്ടുകളിൽ നിന്നും നമുക്ക് ഒരു റിട്ടേൺ കിട്ടാറ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. നോർമലി ഒരുവിധമുള്ള എല്ലാ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടും, ഈ വരുന്ന എല്ലാ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് തന്നെയാണ്. ഇറ്റ് വിൽ ബി ലിസ്റ്റഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ കൂടുതലും എക്സ്ചേഞ്ച് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകളാണ് ETF ആയിട്ട് നമുക്ക് കൂടുതലും വരാറ്.
സോ AMC ഇതിനകത്ത് വരുന്ന AMCക്ക് പിന്നെ ഫർദർ ആയിട്ട് ബൈബാക്ക് ഒന്നും ചെയ്യാതെ വരുന്ന സിറ്റുവേഷനിലാണ് ETF എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. UTIയുടെ സുന്ദേഴ്സ് എന്ന് പറയുന്ന ഒരു ഫണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബോംബെ BSEയിൽ. അതുപോലെ ഒരുപാട് കമ്പനീസും ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഫർദർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ ശേഷം ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളൊക്കെ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്ത് ഓക്കെ ഇതിന്റെ എൻട്രി ലോഡ് ഇത്രയാണ്, എക്സിറ്റ് ലോഡ് ഇത്രയാണ് എന്നെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ മണി മാർക്കറ്റ് ഫണ്ട് ആണ്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് MMMF എന്നാണ് ഇതിന് പറയാറ്. അതിനകത്ത് വരുന്ന അവരുടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. കൂടുതലും മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ തന്നെ ആയിരിക്കും. ബട്ട് നമ്മുടെ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇതിനകത്ത് വരുന്ന ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സ് ആവും. കാരണം അവർക്ക് ഒരു ഷോർട്ട് ടേം റിക്വയർമെന്റിന് വേണ്ടിയിട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് ഒരു കണ്ടിൻജൻസി പ്ലാൻ ആയിട്ടൊക്കെ എടുത്തു വെക്കുന്ന ഒരു ഫണ്ടാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. കൂടുതലായി ലിക്വിഡ് ഫണ്ട് എന്നൊക്കെ രീതിയിലാണ് ഇതിനകത്ത് കൂടുതലും പറയാറ്. സോ കമേഴ്ഷ്യൽ പേപ്പർ അതുപോലെ ട്രഷറി ബില്ല് തുടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റീസിലായിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരാറ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് റിലേറ്റഡ് വിത്ത് ദ പെൻഷൻ ഫണ്ടും. ഇതും ഒരു നമ്മുടെ സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീം എന്നാണ് ഇതിനകത്ത് പറയാറ്. നമ്മളൊരു പെൻഷൻ എന്ന് പറയുന്ന റിട്ടയർമെന്റ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു സ്കീമുകളെയാണ് നമ്മളെ പെൻഷൻ ഫണ്ട് സ്കീമുകൾ പറയുന്നത്. ഇതിനകത്ത് പ്രാക്ടിക്കൽസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ടെന്യൂർ വരാറ് ഒരു 5 years ആണ്. 5 years ആണ് നോർമലി മിനിമം ഒരു ടെന്യൂർ വരാം. അതിൽ ഇപ്പോ നമ്മളതിന്റെ ഫണ്ട് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഓഫർ ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാറ് ഒന്നില്ലെങ്കിൽ 5 years അല്ലെങ്കിൽ ഏജ് ഓഫ് റിട്ടയർമെന്റ്. ഇത് ഏതാണോ ആദ്യം വരുന്നത്, വിച്ച് എവർ ഈസ് ഏർലിയർ, അതായിരിക്കും ഇതിന്റെ ഒരു ഡ്യൂറേഷൻ നോർമലി വരാറ്. വൈ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദീസ് കൈൻഡ് ഓഫ് സ്കീം ലൈക്ക് ആഫ്റ്റർ റിട്ടയർമെന്റ് നമുക്കൊരു ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോർപ്പസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഫണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് ആണ്, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഫണ്ട് വേറെ ഉണ്ട്, അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ചിൽഡ്രൻസ് ഫണ്ട് നമുക്കൊരു സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീം ആയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഗിൽട്ട് ഫണ്ട്. ഗിൽട്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇതും ലോ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സ്കീമുകളാണ് ഗിൽറ്റ് എഡ്ജ്ഡ് ഫണ്ട് ഒക്കെ നമുക്ക് പറയാവുന്നത്. സോ ഇതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റിന് അനുസരിച്ചിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഡിഫോൾട്ട് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ആരും പറ്റിച്ചിട്ട് പോകില്ല, കാരണം ഗവൺമെന്റ് സൈഡ് എന്നുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ റിസ്ക് കുറച്ച് വൈൽ കമ്പയർഡ് വിത്ത് അതർ സെക്യൂരിറ്റീസ് ഇതിനകത്ത് റിസ്ക് കുറവാണ്. ദെൻ വരുന്ന ടാക്സ് സേവിങ് വരുന്നത്. ടാക്സ് സേവിങ്ങിന് ഏറ്റവും കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് ELSS ആണ്. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് നമുക്ക് ടാക്സ് കൊടുക്കണം. സോ ടാക്സ് ഒഴിവാക്കുകയും വേണം, ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും വേണം എന്നുള്ള രീതിയിലുള്ളവർക്ക് പറ്റുന്ന ഒരു സ്കീമുകളാണ് ELSS സ്കീം. അതുപോലെ തന്നെ പെൻഷൻ സ്കീമുകൾക്കും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതിനകത്ത് ടാക്സ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും, ലൈക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് ഇതിനകത്ത് കൂടുതലും വരുന്നത്. STCGയും LTCG ഒക്കെയാണ് ടാക്സ് വരുന്നത്. അതിനൊക്കെ നമുക്ക് റിഡക്ഷൻ അല്ലെങ്കിൽ എക്സംഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ അതർ സ്കീമിൽ ഇൻഡെക്സ് ഫണ്ട് പോലെ തന്നെ, അത് ഇൻഡെക്സ് ഫണ്ടിലാണെങ്കിൽ ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറയുന്നത് വേറൊരു മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ഇതിനകത്തുള്ള സെക്യൂരിറ്റീസ് വരിക. സോ അത്തരം സെക്യൂരിറ്റീസ്, അത്തരം ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെയാണ് നമ്മൾ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നമ്മൾ നോക്കിയത് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഇൻവെസ്റ്ററിന്റെ ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അതിൽ കുറച്ച് ഇക്വിറ്റി സ്കീമുകളുണ്ട്. ഇക്വിറ്റി സ്കീം നമ്മൾ കൂടുതൽ ഇക്വിറ്റി സ്കീം തന്നെ ഇപ്പോ മിഡ് ക്യാപ്പ് വേറെ, സ്മോൾ ക്യാപ്പ് വേറെ, ലാർജ് ക്യാപ്പ് വേറെ, അതിന് തന്നെ ഫർദർ ആയിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ഇക്വിറ്റി സ്കീം ഉണ്ട്, അതുപോലെ തന്നെ ഡെറ്റ് സ്കീം ഉണ്ട്, അതിൽ തന്നെ ഇൻകം ഓറിയന്റഡും ഗ്രോത്ത് ഓറിയന്റഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇൻഡെക്സ് ഫണ്ടുകൾ ഉണ്ട്, FOF ഫണ്ട് ഓൺ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ട്, ചിൽഡ്രൻസ് ഫണ്ട് ഉണ്ട്, ലിക്വിഡ് ഫണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ആണ്. അതുപോലെ ETF കൂടുതലും ETF ഒക്കെ മേടിക്കും ഗോൾഡ് ETF ആണ് നോർമലി കൺസിഡറേഷൻ എപ്പോഴും എടുക്കാറ്. ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് ETF വഴി മേടിക്കാം, അതും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഫണ്ടുകളും ഉണ്ട്. അതിൽ ഡെറ്റ് ഓറിയന്റഡ് ഹൈബ്രിഡും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഇക്വിറ്റി ഓറിയന്റഡ് എന്നുള്ള രീതിയിലും വരാറുണ്ട്. ദെൻ ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരു സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷൻ ഇല്ല. ഫണ്ട് മാനേജറിന് ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം എന്നുള്ള രീതിയിലുള്ളതും ഉണ്ട്.
അത് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്നാണ് അത്തരം സ്കീമുകളെ പറയാറ്. അസറ്റ് അലോക്കേഷൻ ഫണ്ട് ആണെങ്കിൽ ഫണ്ട് മാനേജറിന് അവിടെ ഒരു ഫ്രീഡം ഉണ്ട്. ഹി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ വേരിയസ് അസറ്റ് ക്ലാസ്സസ്. അത് അദ്ദേഹത്തിന് ഡിസൈഡ് ചെയ്യാം ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തേണ്ടത്, സെക്യൂരിറ്റീസ് ആണ് അതിൽ വരേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് ഡിസൈഡ്. സോ ദീസ് ആർ ഓൾ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് ടൈപ്പ് ആണ്. വൺ ഈസ് ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ്ഡ് എൻഡഡ്. ഓപ്പൺ എൻഡഡും ക്ലോസ്ഡ് എൻഡും നമ്മൾ ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ തന്നെ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ്, ഡിഫറെന്റ് സ്കീമുകളാണ് മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളത്. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. See, when we discuss about the structure of a mutual fund, it is a three-tier structure. Three-tier structure ആണ് നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എപ്പോഴും പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് ദ സ്പോൺസർ. ഫണ്ടിന്റെ സ്പോൺസർ ആണ്. സ്പോൺസേഴ്സ് ആർ ദ പ്രൊമോട്ടേഴ്സ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൊമോട്ടേഴ്സിനെയാണ് നമ്മൾ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല ഷെയർ ഹോൾഡിംഗ് ഒക്കെ ഉള്ള, മിനിമം സെബി ഗൈഡ് ലൈൻസ് വെച്ച് പറയുന്ന മിനിമം ഒരു 40% ഷെയർ ഹോൾഡിംഗ് എങ്കിലും വേണം നമ്മുടെ AMC-യിൽ. AMC ആണ് വേറൊരു സ്ട്രക്ചറിൽ വരുന്നത്. സോ ത്രീ ടയറിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പോൺസർ ആണ്. അത് സ്പോൺസർ മൈറ്റ് ബി എ പേഴ്സൺ ഓർ ആൻ എൻറ്റിറ്റി. ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉള്ള, ആ പ്രൊമോട്ട് ചെയ്യാനുള്ള ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ സ്പോൺസർ എന്ന് പറയുന്നത്. സോ ഈ ഷുഡ് ഹാവ് ആൻ ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ മിനിമം 40% എങ്കിലും നമുക്ക് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം, പ്രൊമോട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ വെനെവർ ദേ ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ മ്യൂച്വൽ ഫണ്ട് കമ്പനി, ഡെഫിനറ്റ്ലി സെബിയുടെ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. സെബിയുടെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് ഏതൊരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും. നമ്മളുടെ പബ്ലിക് ട്രസ്റ്റ് ആയിട്ടാണ് അത് നമുക്ക് അടുത്തൊരു ഇതായിട്ട് വരുന്നതാണ്. കാരണം ഫണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തുടങ്ങുന്ന സമയത്ത് ഇത് ട്രസ്റ്റ് ആയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. So that is another regulation made by the SEBI. So ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണ്. സ്പോൺസർ ആവാനുള്ള എലിജിബിലിറ്റി സെബി ഗൈഡ് ലൈൻസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 5 years എങ്കിലും ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന് 5 years എങ്കിലും ബിസിനസ്, ഫിനാൻഷ്യൽ സർവീസ് ബിസിനസ്സിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ 5 years പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർത്ത് ഉള്ള കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെറ്റ്വർത്ത് ഈ ഇമീഡിയറ്റ് ലാസ്റ്റ് ഇയറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. അതൊരു അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. സോ നോർമലി പറയുന്ന ഒരു 5 years പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർത്ത് ഉള്ള കമ്പനി ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് 5 years എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഈ സ്പോൺസറുടെ ലാസ്റ്റ് 5 years എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദാറ്റ് അതിലെ മിനിമം 3 years എങ്കിലും പ്രോഫിറ്റ് കാണിച്ചിട്ടുള്ള കമ്പനികളായിരിക്കണം, പ്രോഫിറ്റ് ഉള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കണം. അത്തരം ഓർഗനൈസേഷനും മാത്രമേ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മിനിമം 40% എങ്കിലും ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ഈ സ്പോൺസറിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അത് മിനിമം 40% എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ഇന്ത്യൻ കമ്പനിക്ക് വേണമെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു ജോയിന്റ് വെഞ്ചർ ആണെങ്കിലും കുഴപ്പമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇന്ത്യൻ സിറ്റുവേഷനൊക്കെ എടുത്തോണെങ്കിൽ ഇപ്പോൾ ഏതെടുക്കണം, SBI ആണെങ്കിലും ശരി, HDFC ആണെങ്കിലും, SBI മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഫുള്ളി ഇന്ത്യൻ ഓറിയന്റഡ് ആണ്. ഫോറിൻ കമ്പനി ഫുള്ളി ഫോറിൻ ഓറിയന്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ ആണ് കുറച്ച് പോപ്പുലർ ആയിട്ട് നമുക്ക് കാണുന്നത്. ജോയിന്റ് വെഞ്ചർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ICICI Prudential ഉണ്ട്. സോ ICICIന്റെയും Prudentialന്റെയും ഒരു മിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് സ്പോൺസറിനെ കുറിച്ച് പറയാൻ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടയർ, അതായത് നമ്മുടെ 3 ടയറിലെ ഫസ്റ്റ് കോമ്പണന്റ് എന്ന് പറയുന്നത് സ്പോൺസർ ആണ്. ഓക്കെ, അതാണ് മ്യൂച്വൽ ഫണ്ട് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ട്. നമ്മുടെ സെക്കൻഡ് ലെയറിൽ വരുന്നതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രസ്റ്റീസ്. ട്രസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം, അത് കമ്പൽസറി ആണ്. അപ്പൊ സ്പോൺസർ ഇത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുക? ഇറ്റ് ഹാവ് ടു ബി രജിസ്റ്റേർഡ് ആസ് എ ട്രസ്റ്റ്. ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ ട്രസ്റ്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, മ്യൂച്വൽ ഫണ്ടിനെ ഇന്ത്യയിൽ ഇത് ഇന്ത്യൻ സിറ്റുവേഷൻ ആണ് കേട്ടോ പറയുന്നത്. സോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ആയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. മിനിമം 4 ട്രസ്റ്റീസ് എങ്കിലും അതിനകത്ത് വേണം. മിനിമം 4 പേരാണ്, മാക്സിമം എത്രയാണെങ്കിലും കുഴപ്പമില്ല. മിനിമം 4 ട്രസ്റ്റീസ് എങ്കിലും വേണം. അതിനകത്ത് വരുന്നത് 2/3 ഓഫ് ദ ട്രസ്റ്റീസ് ഹാവ് ടു ബി ഇൻഡിപെൻഡന്റ് ട്രസ്റ്റീസ് ആയിരിക്കണം. 2/3 ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ദേ ഷുഡ് നോട്ട് ഹാവ് എനി റിലേഷൻ വിത്ത് ദ സ്പോൺസേഴ്സുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് എന്നുള്ള രീതിയിൽ പറയാറ്. സോ ഏത് ട്രസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിലും
നമുക്ക് സെബിയുടെ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ സെബിയുടെ ഒരു അപ്രൂവൽ എടുക്കണം. അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നു ട്രസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സെബി അതിനകത്ത് നോക്കും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഈ പർട്ടിക്കുലർ പേഴ്സൺ എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടുള്ള വ്യക്തികളാണോ, എന്തെങ്കിലും എക്കണോമിക് ഒഫൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള വയലേഷൻ നടത്തിയിട്ടുള്ള വ്യക്തികളാണോ എന്ന് നോക്കും. അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തികളെ ഒരിക്കലും ട്രസ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് സെബിയുടെ അപ്രൂവൽ ആദ്യം എടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെനെവർ ദേ ആർ ലൈക്ക് ഒരു ട്രസ്റ്റ് ഡീഡ് കമ്പൽസറി ആയിട്ട് വേണം എങ്ങനെയാണ് എന്നുള്ളത്. സോ ട്രസ്റ്റീസ് ആർ മാനേജബിൾ, ലൈക്ക് ദേ ആർ ലൈക്ക് ആൻസറബിൾ ടു ദി ഇൻവെസ്റ്റേഴ്സ്. അവരാണ് പ്രൈമറി ഗാർഡിയൻസ് ഓഫ് ദ ഫണ്ട് ആൻഡ് അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ വരുന്ന പ്രൈമറി ഗാർഡിയൻ ആയിട്ട് വരുന്ന ട്രസ്റ്റി ആണ്. സോ ഒരു സ്പോൺസർ ഉണ്ടാവും. സ്പോൺസർ ട്രസ്റ്റ് ആയിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിനെ രജിസ്റ്റർ ചെയ്യും. ഈ ട്രസ്റ്റിന്റെ കീഴിൽ ട്രസ്റ്റീസ് ഉണ്ടാവും. മിനിമം 4 പേരെങ്കിലും ഉണ്ടായിരിക്കും. ഈ 4 പേരിൽ 2/3 ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. Whenever these trustees are appointed, they have to seek the permission of the SEBI. Okay. Trustees can be formed by 2 ways. That is, ഒരു ട്രസ്റ്റി കമ്പനി ആയിട്ട് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആയിട്ടായിരിക്കും ഇതിനകത്ത് വരുന്നത്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് അവരുടെ കംപ്ലയൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് വേണം ഈ സെബിയുടെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അസറ്റ് AMC വരുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ട്രസ്റ്റിക്ക് തന്നെയാണ്. Then trustee have to report to SEBI, like in every 6 months they have to report to the SEBI. Okay, this is all about trustee. Now നമ്മുടെ 3 ടയറിൽ വരുന്ന മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. AMC എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. AMCനകത്താണ് നമ്മൾ കൂടുതലും ആ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു ബിസിനസിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തേണ്ട ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി AMCക്കാണ്. കാരണം ഓഫീസ് സെറ്റപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, അതുപോലെ മാർക്കറ്റിംഗ് നടത്തുക, അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, ഫണ്ട് മാനേജ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് AMCയുടെ ഓപ്പറേഷൻസ് ആയിട്ട് നമുക്ക് വരാറ്. സോ AMC എപ്പോഴും ചെയ്യുന്നത് ലൈക്ക് നമുക്ക് AMC മാനേജ് ഫണ്ട് മാനേജ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു പേ എ സ്മോൾ എമൗണ്ട് ആസ് ഫീ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും റെസ്പോൺസിബിലിറ്റി ഉള്ളത് AMCക്ക് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രസ്റ്റിയുടെ കേസിൽ എടുക്കുന്ന സമയത്ത് പറഞ്ഞു അതിൽ 2/3 ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ AMCയുടെ നമ്മൾ കുറച്ച് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ സെബിയുടെ ട്രസ്റ്റിയുടെ അപ്രൂവൽ കിട്ടണം. അവിടെ സെബിയുടെ അപ്രൂവലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ട്രസ്റ്റിയുടെ അപ്രൂവൽ എന്തായാലും എടുത്തിട്ടുണ്ടാവണം. അത് മാത്രമല്ല 50% ഓഫ് ദ ഡയറക്ടേഴ്സ് ഹാവ് ടു ബി ഇൻഡിപെൻഡന്റ്. ഇവിടെ 50%, അതായത് അവിടെ 2/3 ആണെങ്കിൽ ഇവിടെ എന്താ ഹാഫ്, അതായത് 1/2 എന്തായിരിക്കണം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. AMC തുടങ്ങാനുള്ള കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിലും മിനിമം 50 crores എങ്കിലും നെറ്റ്വർത്ത് ഉള്ള കമ്പനികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്തൊരു എക്സെപ്ഷൻ അല്ല ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് AMC cannot invest in their own scheme. അവരുടെ സ്കീമിൽ തന്നെ AMCക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനൊരു എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഓഫർ ഡോക്യുമെന്റിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇന്നത് കൊണ്ടാണ് ഞങ്ങൾ സ്കീമുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റീസൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഓഫ് ഫണ്ടിന് അവർക്ക് പിന്നീട് ഫർദർ ആയിട്ട് എന്താ പറയാ ചാർജുകളൊന്നും അതിനകത്തൊരു ഫീസ് ഒന്നും ഈടാക്കാൻ പറ്റില്ല. കാരണം അവർ ചെയ്യുന്ന ഫണ്ടിൽ അവർക്ക് തന്നെ ഒരു ഫീസ് ചാർജ് ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബേർഡൻ ഇൻവെസ്റ്റേഴ്സിന് വരും എന്നുള്ളത് കൊണ്ടാണ് അവരോട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സർവീസസ് ബ്രോക്കേഴ്സിനെ, അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിനെ, ബാങ്കേഴ്സ്, ലോയേഴ്സ്, അവരിന്റെയൊക്കെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്തം AMCക്കാണ് വരുന്നത്. ഓക്കെ, ബിസിനസ് ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പറഞ്ഞതാണ്. സോ ഇതാണ് നമ്മുടെ 3 ടയർ സ്ട്രക്ചർ. 3 ടയറാണ് വരുന്നത് സ്ട്രക്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ ഈസ് സ്പോൺസർ, സെക്കൻഡ് വൺ ഈസ് ട്രസ്റ്റ്, തേർഡ് വൺ ഈസ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. AMCയിൽ വരുന്ന കുറച്ച് ആളുകളെ കുറിച്ചും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. കുറച്ചൊരു CIO ഉണ്ടാവും, അതുപോലെ സെക്യൂരിറ്റി അനലിസ്റ്റ് ഉണ്ടാവും, സെക്യൂരിറ്റി ഡീലർ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ടാവാറുണ്ട്, അതുപോലെ കംപ്ലയൻസ് ഓഫീസർ ഉണ്ടാവും. സോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി ദ പ്രൈമറി ഡ്യൂട്ടി, ഇതിന്റെ ഫണ്ടിന്റെ ഓവറോൾ ഒരു റെസ്പോൺസിബിലിറ്റി എപ്പോഴും ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ തന്നെ ആയിരിക്കും. ഫണ്ട് മാനേജർ ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസറിനെ തന്നെ ആയിരിക്കും. പിന്നെ സ്റ്റോക്ക് പിക്കിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ പിക്കിംഗ് എല്ലാം നടക്കുന്നത് സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ഓർഡർ എക്സിക്യൂട്ട് ഒക്കെ ചെയ്യുന്നത് സെക്യൂരിറ്റി ഡീലർ ആണ്. ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ടാവും.
അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ചീഫ് ഓപ്പറേഷണൽ ഓഫീസറാണ്. ലീഗൽ ആയിട്ടുള്ള കംപ്ലയൻസസ് എല്ലാം നോക്കുന്നത് കംപ്ലയൻസ് ഓഫീസറാണ്. ഓക്കെ, ഇത് AMCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് സെഗ്മെന്റിലുള്ള വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞത്. Now, moving on to the other components in the structure of mutual funds. നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ആണ്. കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി who is a caretaker of the scheme's asset. ആ പർട്ടിക്കുലർ സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട് സ്കീമിലുള്ള സെക്യൂരിറ്റീസ് സേഫ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആർക്കാണ്? ഈ കസ്റ്റോഡിയൻ തന്നെയാണ്. സോ ദേ മാനേജ് ദ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓഫ് മ്യൂച്വൽ ഫണ്ട്, അതിന്റെ ഡെലിവറി, അതുപോലെ തന്നെ ട്രാൻസ്ഫർ, സെറ്റിൽമെന്റ് ഒക്കെ നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളതെന്ന് വെച്ചാൽ കസ്റ്റോഡിയൻ ആണ്. CRS കമ്പൽസറി റോളിംഗ് സെറ്റിൽമെന്റ് ആണ് ബൈങ് സെല്ലിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ചെയ്യുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് സെക്യൂരിറ്റീസിലുള്ള ആ ഒരു അസറ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡിവിഡൻഡ് ഉണ്ടോ, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എന്താണെങ്കിലും ദേ നീഡ് ടു ട്രാക്ക് ദ കോർപ്പറേറ്റ് ആക്ഷൻ, ലൈക്ക് ഡിവിഡൻഡ് ആണെങ്കിലും ബോണസ് ആണെങ്കിലും റൈറ്റ് ഇഷ്യൂ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് കോർപ്പറേറ്റ് ആക്ഷൻ ഏതൊക്കെയുണ്ടോ അതെല്ലാം ട്രാക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? കസ്റ്റോഡിയന് തന്നെയാണ്. സോ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന കസ്റ്റോഡിയനില് കാരണം ഇദ്ദേഹമാണ് ഈ ഫണ്ട് എല്ലാം ഡെലിവറി ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കസ്റ്റോഡിയൻ ഹാവ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് സെബിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ കസ്റ്റോഡിയൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദ ട്രസ്റ്റി ആയിരിക്കും കസ്റ്റോഡിയനെ അപ്പോയിന്റ് ചെയ്യുന്നത്. നോർമലി ഇൻഡിപെൻഡന്റ് ഫ്രം ദ സ്പോൺസർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് RTA, ദാറ്റ് ഈസ് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്. RTA ആണ് നെക്സ്റ്റ്. RTAയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദേ മെയിൻറ്റെയിൻസ് ദ റെക്കോർഡ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഉള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് RTAക്കാണ്. നമ്മളൊരു ഓപ്പറേഷൻസ് എക്സാമ്പിൾ തന്നെയാണ് കാർവി, സുന്ദരം, ക്യാംസ് പോലെയുള്ള പല കമ്പനീസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള RTA ആയിട്ട് നമുക്ക് പറയാറുണ്ട്. ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു അപ്ലിക്കേഷൻ കീപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് നോർമലി അപ്പോയിന്റ് ചെയ്യുന്നത് നോർമലി RTAസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് AMC തന്നെ ആയിരിക്കും. പക്ഷെ ഓപ്ഷണൽ ആണ്. ചിലപ്പോൾ AMCക്ക് തന്നെ ഉള്ളിൽ ഇൻഹൗസ് ആയിട്ടുള്ള RTAs ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അത്തരം ഒരു RTA അപ്പോയിന്റ് ചെയ്യണമെന്ന് കമ്പൽസറി ഇല്ല. RTA ഓഫീസസിനെ നമ്മൾ പൊതുവേ പറയാറ് ഇൻവെസ്റ്റർ സർവീസ് സെന്റർ എന്നുള്ള ISC എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവേ പറയാറ്. സോ നോർമലി കണ്ടുവരുന്നത് വലിയ വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എല്ലാം RTAനെ സെപ്പറേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യലാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ SBIയുടെ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ICICI ആണെങ്കിലും HDFC ആണെങ്കിലും ഇവര് 3 പേരുടെയും RTA വന്നിട്ടുള്ള ക്യാംസ് എന്ന് പറയുന്ന ഒരു RTA ആണ്. സോ ഇവിടെ AMCക്ക് എല്ലാ ഭാഗത്തും ഓഫീസ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഈ RTAസിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഓവറോൾ എല്ലാ ഭാഗത്തും ഓഫീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻവെസ്റ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് AMCയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. RTAയുടെ പോയി കഴിഞ്ഞിട്ട് അവര് ഏജന്റ് ആണല്ലോ, അപ്പൊ അവർക്ക് കൊടുത്താൽ മതി. അവര് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നടത്താറുണ്ട്. അതേസമയം ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള RTAന്റെ ആവശ്യം വരുന്നില്ല. കാരണം അവർക്ക് തന്നെ ഒരു ഇൻഹൗസ് RTA ഉണ്ട്. അവര് തന്നെ അപ്ലിക്കേഷൻ ഒക്കെ കളക്ട് ചെയ്യുന്ന രീതിയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ മെയിൻ ആയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന്റെ റെക്കോർഡുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ബൈയിങ് സെല്ലിംഗ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റഡ് വിത്ത് ദ ഓഡിറ്റർ. ഓഡിറ്റർ എന്താണ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ഇതിനകത്ത് വരിക. 2 രീതിയിലുള്ള ഓഡിറ്റേഴ്സ് നമുക്ക് പറയാം. ഒന്ന് സ്കീം ഓഡിറ്ററും ദെൻ AMC ഓഡിറ്ററും ആണുള്ളത്. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ടെങ്കിൽ ആ സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും അനലൈസ് ചെയ്യാനാണ് നമ്മൾ സ്കീം ഓഡിറ്റേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യുന്നത്. നോർമലി സ്കീം ഓഡിറ്റേഴ്സ് ട്രസ്റ്റി ആയിരിക്കും അപ്പോയിന്റ് ചെയ്യാറ്. ദെൻ AMC ഓഡിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കമ്പനിയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കമ്പനിയുടെ എത്രത്തോളം ഉണ്ട് അത് അപ്പോയിന്റ് ചെയ്യുന്നത് AMC തന്നെയാണ്. നോർമലി AMC ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറ്. ഓക്കെ, പിന്നെ വരുന്നത് ബ്രോക്കേഴ്സ് ആണ്. സോ ബ്രോക്കേഴ്സ് അഗെയിൻ കൂടുതലായിട്ടുള്ള ഈ മ്യൂച്വൽ ഫണ്ടിലെ ഡീലിങ്സ് ഒക്കെ വരുന്നത്. ഇപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രോ ആപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതിൽ ആരുടെയും ഒരു ബ്രോക്കറിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതൊക്കെ നമ്മൾ തിയറിറ്റിക്കലി പറയുന്ന സമയത്ത് പറയാം, ബൈയിങ്ങും സെല്ലിങ്ങും ട്രേഡ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബ്രോക്കേഴ്സിനെ നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലും ശരി, ബൈയിങ്ങും സെല്ലിങ്, അതുപോലെ അവരുടെ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യും.
ഇതെല്ലാം നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. സി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്നവരാണെങ്കിലും എത്രയൊക്കെ ബ്രോക്കേഴ്സ് റിസർച്ച് റിപ്പോർട്ടുകൾ അയച്ചു തന്നാലും നിങ്ങളത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയ ശേഷം നിങ്ങൾക്ക് ഓക്കെ കൺവിൻസിങ് ആണ്, ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതായിരിക്കും ഇത്രത്തോളം റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗോൾഡ് ETF പോലെയുള്ള ഫണ്ടുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു വർഷം 40% റിട്ടേൺ കൊടുക്കുന്ന ആ ഒരു സ്കീമുകൾ നമുക്ക് കാണാം. സി, അതൊരു ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരു കോവിഡ് കാലത്ത് ഉണ്ടായ റിട്ടേൺ ആണ്. ഇത് തന്നെ ഇനി ഭാവിയിലും ഉണ്ടാവണം എന്നില്ല. ഓൺ ആൻ ആവറേജ് നമ്മൾ ഒരു ഗോൾഡിന്റെ റിട്ടേൺ എപ്പോഴും പറയാതെ ഒരു 10% ആ ഒരു രീതിയിലാണ് ഗോൾഡിന്റെ റിട്ടേൺ ആനുവലി നമ്മൾ കാണാറ്, ഒരു CAGR എടുത്ത് നോക്കുന്ന സമയത്ത് കാണാറ്. പക്ഷെ ഈ ഒരു വർഷം നല്ല രീതിയിലുള്ള ഇൻക്രീസ് ആണ് ഗോൾഡ് ETF-ലൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നോക്കിയാൽ അറിയാം, 25-26 കിടന്നിട്ടുള്ള സ്വർണത്തിന്റെ വില ഇപ്പൊ എത്രത്തോളം എത്തി എന്നുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സോ ആ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇപ്പോ ഏത് റിസർച്ച് നമ്മൾ നടത്തുന്ന സമയത്തും ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു അനാലിസിസ് കൂടി നടത്തിയ ശേഷം വേണം എന്ത് ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ബ്രോക്കേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നുള്ള ഒരു ഫണ്ട് അക്കൗണ്ടന്റ് കൂടിയുണ്ട്. ഫണ്ട് അക്കൗണ്ടന്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ തിയറിയിൽ വരുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നു മാത്രം. ഇപ്പോ നമ്മൾ NAV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോ NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആംഫി വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നോർമലി എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് NAV ഡിസ്ക്ലോസ് ചെയ്യുന്നത്. രാത്രി 9 മണിക്ക് എല്ലാ ദിവസവും NAVയുടെ ഡിസ്ക്ലോസ് ചെയ്യും. ഈ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഫണ്ട് അക്കൗണ്ടന്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ FOA ഫണ്ട് ഓൺ ഫണ്ടിന്റെ മാത്രം നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 AM കാലത്ത് 10 മണിക്കായിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ NAV ഡിസ്ക്ലോസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ 9 മണിക്ക് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള NAVയുടെ അടിസ്ഥാനത്തിൽ വേണം, കാരണം ഈ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫണ്ട് ഓൺ ഫണ്ടിൽ മാത്രം ഒരു 10 AM അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 മണി ആ ഒരു രീതിയിലാണ് കാണാറ്. പിന്നെ നമ്മളുടെ ഇക്വിറ്റി ഫണ്ടുകൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ടുകളിലൊക്കെ ആണെങ്കിൽ NAV എഴുതുന്ന സമയത്ത് ഡെസിമൽ 2 places ആയിരിക്കും ഇരിക്കുക. അപ്പൊ ഉദാഹരണം 10.10, 10.25 ആ ഒരു രീതിയിൽ 2 ഡെസിമൽ പ്ലേസ് വരെ കോട്ട് ചെയ്യാറുണ്ട്. അതേസമയം ഇൻഡെക്സ് ഫണ്ടുകളാണെങ്കിലും അതുപോലെ ഡെറ്റ് ഫണ്ടുകളൊക്കെ ആണെങ്കിൽ 4 ഡെസിമൽ പ്ലേസസ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം ഓരോ ഗൈഡ് ലൈൻസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതും അതുപോലെ അതിന്റെ ടൈപ്സ് എന്താണ് എന്നുള്ളതും അതുപോലെ അതിന്റെ സ്ട്രക്ചറുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ്